ദിശശ്ചാനവലോകയൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണ്ട എന്ന് പറയുകയുണ്ടായി. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്കിന് ഏത് തലത്തിൽ എങ്ങനെ അർത്ഥം എടുക്കണമെന്ന് കൂടി പഠിച്ചോളണം. അവിടെ തന്നെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നിവർക്ക് നോക്കേണ്ടി വരും. ഇതുപോലെ നമ്മുടെ ഓരോ വ്യക്തിത്വ തലത്തിലും ശ്രദ്ധിക്കേണ്ടി വരും. മറിച്ച് അവനവൻ ചെയ്യേണ്ട പണി ചെയ്യാതെ അവനെന്താ ചെയ്യണത്, അവളെന്താ ചെയ്യണത്, അവൻ്റെ വർത്താനം എന്താണ്, അവളെ വർത്താനം എന്താന്ന് നോക്കി നിൽക്കരുത് എന്നാ പറഞ്ഞത്. നമ്മളെ സമയം ഊർജം നഷ്ടപ്പെടുന്നത് ഭൂരിഭാഗവും ഇങ്ങനെയാണ്. സ്വാമി, ഞാൻ പറയുന്നുള്ളതാണ്, അവളങ്ങനെ പറഞ്ഞു, അവൾ പറഞ്ഞതല്ലേ ഇത്, നിനക്കെന്താ ആവശ്യം, അത് കേട്ടിട്ട് എനിക്കെന്ത് ഗുണം, ഇത് പറഞ്ഞിട്ട് നിനക്കെന്ത് ഗുണം, ഇത് ചർച്ച ചെയ്തിട്ട് നമുക്ക് രണ്ടു പേർക്ക് എന്ത് ഗുണം. ഇനി അവൾ ഇതുകൊണ്ട് നന്നാവുമോ? ആരെക്കുറിച്ചാണോ നീ പറയണത് അവൾ നന്നാവുമോ? നീ ഇത് പറയുന്നത് പോലും അവൾ അറിയുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ സമയം പോക്കണേ? ഒന്നുകിൽ എനിക്ക് ഗുണം വേണം, അല്ലെങ്കിൽ നിനക്ക് ഗുണം വേണം, അല്ലെങ്കിൽ നമ്മൾ ആരെക്കുറിച്ച് പറയുന്നോ അവൾക്കോ അവനോ ഗുണം വേണം. വെറുതെ എന്തിനാ പോക്ക് പറയണം? അതുകൊണ്ട് വേറെയുള്ള കാര്യങ്ങൾ നോക്കണ്ടെന്നല്ല നല്ല അർത്ഥം. കഷ്ടപ്പെടുന്ന ഒരാളുടെ കാര്യം നോക്കണം, വിശക്കുന്ന ഒരാളുടെ കാര്യം നോക്കണം, ദാഹിക്കുന്ന ഒരാളുടെ കാര്യം നോക്കണം, വേണ്ടാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ അതുണ്ടായിരുന്നു. എന്താ ഭാഷ അവിടെ പടിയുമലിരിക്കണത്, ഇങ്ങോട്ട് വരാണ്ട് ആ കോണിയമ്മലിരിക്കേണ്ട പോലെ ആവശ്യമുണ്ട്. കോണിയമ്മലിരിക്കാൻ പാടുണ്ടോ? എടാ, അത് അയാൾ ചിന്തിച്ചോട്ടെ. അയാൾക്ക് എന്നേക്കാൾ പ്രായമുണ്ട്, അപ്പം അയാൾ ചിന്തിച്ചോളും. അവിടെ ഇരിക്കണം. വേറൊരാൾ വരുമ്പോൾ അയാൾ മാറിക്കൊടുത്തോളും. നേരെ മറിച്ച് അയാൾ വഴി തടസ്സപ്പെടുത്തുക കാണിച്ചാൽ നമുക്ക് അപ്പം നോക്കാം. എന്തിനാണ് വേണ്ട നോക്കുന്നത്? നമ്മൾ ഊർജവും സമയം പോണത് ഇങ്ങനെയല്ലേന്ന് ഒന്ന് നോക്കിയാൽ മതി. രണ്ടുപേരും ഒന്ന് പാത്രം കഴുകാന്ന് വെച്ചാൽ ഞാൻ നന്നായി കഴുകണേനേക്കാൾ അവള് ഒറ്റ കഴുകുണ്ടോ? എടാ, നീ നിന്റെ കഴുക അല്ലേ? അത് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഉള്ള ആരെ കൊണ്ടും അല്ല പറഞ്ഞിട്ടോ, ഞാൻ വിചാരിക്കരുത് ഇവിടെ 2-3 പേരൊക്കെ പാത്രം കഴുകേണ്ടതല്ല, ഒരാളെ കൊണ്ടല്ല ഒരു ഉദാഹരണം തോന്നിയത് പറഞ്ഞതാ, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നല്ല. എന്നാൽ അച്ഛൻ മകൻ്റെ പോക്കിനെ ശ്രദ്ധിക്കേണ്ടേ? വേണമല്ലോ. അച്ഛൻ മാത്രം മതി, അമ്മ വേണ്ടേ, ആചാര്യൻ വേണ്ടേ, ഒക്കെ വേണം. കൂട്ടുകാർ നോക്കണ്ടേ? കൂട്ടുകാർ തൻ്റെ കൂട്ടുകാരിയുടെ പോക്ക് എങ്ങനെയാണ്, തൻ്റെ കൂട്ടുകാരൻ്റെ പോക്ക് എങ്ങനെയാണ് നോക്കണം. എന്നിട്ട് എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നുന്നുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കണം. സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ വൈകാരികമായിട്ടല്ലാതെ അവരുടെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു കൊടുക്കണം. നിർബന്ധമാണ്, നമ്മുടെ കർത്തവ്യമാണത്. മറിച്ച് നേരത്തെ പറഞ്ഞത് ദുഷിക്കാൻ വേണ്ടി നോക്കണ്ട, വിലയിരുത്താൻ വേണ്ടി നോക്കണ്ട എന്നാണ്. ഇല്ലെങ്കിൽ സമാജം നിലനിൽക്കുമോ? ഇവിടെ തന്നെ ഒരു ഇപ്പോൾ കുറവാണ് എണ്ണം, മുൻപൊക്കെ ഒരു 100-ലധികം 100, 120, 140 പെൺകുട്ടികളെയൊക്കെ ഒരു കൊല്ലം ഈ ലവ് ജിഹാദിൻ്റെ ഇതിൽ പെട്ടിട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്, 40-40 ഇപ്പോൾ ഉണ്ടാവുള്ളൂ ഒരു കൊല്ലം. അത് പലതും അവരുടെ കൂട്ടുകാരാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങനെ തൻ്റെ കൂട്ടുകാരി പോണതുണ്ട് എന്നുള്ളത് ഈ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നത്. അവൾ വേണ്ടിയിട്ടില്ലെങ്കിലോ രക്ഷിക്കാൻ കഴിയില്ല. അവൻ നോക്കണം, നോക്കണ്ടെന്നല്ല പറഞ്ഞത് അർത്ഥം മനസ്സിലാക്കാൻ കഴിയുക. ഇതെല്ലാം വാച്യാർത്ഥം എടുത്താൽ ശരിയാവുക. ചിലപ്പോൾ തമാശ പോലും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് പ്രമാണമായിട്ട് എടുത്തു കളയും. എന്തൊരു കഷ്ടമാണ്.